ഒഫീഷ്യലായിട്ട് ഡേവിസ് അരീക്കൽ, വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ, സംഘടനയെ 20 വർഷക്കാലം നയിച്ച മുൻ പ്രസിഡന്റുമാർ, മുൻ ഭാരവാഹികൾ, നിലവിലെ ഭാരവാഹികൾ, നിറവിൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ജീവിതവുമായി ഒരു സംഘടനയെ താരതമ്യപ്പെടുത്തുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കൗമാരപ്രായം കഴിഞ്ഞു കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 20 വയസ്സിൽ ചെയ്തു കൂട്ടിയ കുറെ നല്ല കാര്യങ്ങളുടെ ഓർമ്മകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങളുടെ തീർപ്പുകളുണ്ടാകും. അത് തന്നെയായിരിക്കും പ്രവാസ സമൂഹത്തിൽ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഓരോ സംഘടനയുടെയും ഉത്തരവാദിത്വം എന്നെനിക്ക് തോന്നുന്നു. അതായിരിക്കും ഒരു സംഘടനയുടെ പ്രത്യേകത. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നതിനും മറ്റ് വ്യത്യസ്ത ജോലികളിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഇവിടെ കുടിയേറിയ മലയാളികൾ, വിവിധ സ്റ്റേറ്റുകളിൽ താമസിക്കുന്ന മലയാളികൾ ഒരുമിച്ച് കൂടിയ പല സംഘടനകൾ സ്വിറ്റ്സർലൻഡിൽ ഉണ്ട്. സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ഇന്ന് വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന പല മലയാളികളും നമ്മുടെ ഇടയിലുണ്ട്. അവർക്കെല്ലാം പ്രചോദനമായത് നമ്മുടെ ഈ ഓരോ മലയാളി സംഘടനകൾ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2003 സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച ജീവിതം ഞാനൊരു മാധ്യമ പ്രവർത്തകനോ ജേർണലിസ്റ്റുമോ എൻ്റെ പ്രൊഫഷനല്ല. എങ്കിലും സാഹചര്യത്തിന്റെ പേരിൽ എവിടെയോ 1-2 വാക്കുകൾ കുത്തിക്കുറിക്കുവാൻ തുടക്കമിട്ട് അത് വീണ്ടും അതിൽ എനിക്ക് മുന്നേറാം എന്നൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഓൺലൈൻ പത്രം ഇവിടെ സ്വിറ്റ്സർലൻഡിൽ തുടക്കമിട്ടത്. കൊറോണ ബാധിച്ച് വീടുകളിൽ ഇരിക്കുന്നവർക്ക് ഹെൽപ്പ് ചെയ്തും, സ്വാന്തന സ്പർശം എന്ന പേരിലും, ഏതൻ തോട്ടം എന്ന പേരിലും, ഡാൻസ് ഫെസ്റ്റിവൽ എന്ന പേരിലും, സ്വാന്തന സംഗീതം എന്ന പേരിലും വിവിധ തരത്തിലുള്ള പ്രൊജക്ടുകൾ തുടക്കമിടുകയും ചാരിറ്റി പ്രൊജക്ടിലൂടെ നല്ലൊരു തുക തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മിസ്റ്റർ ഗോപിനാഥ് മുതുകാടിന്റെ പ്രസ്ഥാനത്തിന് നൽകാനും, അതുപോലെ തന്നെ തൊടുപുഴ മലയഞ്ചി പ്രദേശങ്ങളിൽ വീടുകൾ വെച്ചു കൊടുക്കാനും ഈ ചെറിയ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതിനോട് സഹകരിച്ച അതിന്റെ ഗവേണിംഗ് ബോഡി അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. മിസ്റ്റർ ജോസ് വള്ളാടിയുടെ നേതൃത്വത്തിൽ അവതാരകനായി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി. ജീവിതയാത്രയിൽ ഉണ്ടായ നഷ്ടങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നത് സുഹൃത്ത് ബന്ധങ്ങളും ബന്ധുമിത്രാദികളും